മാലിന്യ നിക്ഷേപത്തിന്റെ ഹബ്ബായി മാറിയ പനയത്താംപറമ്പിൽ കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധന. മാലിന്യം തള്ളിയ ഹോട്ടൽ ഉടമകൾക്ക് പിഴ ചുമത്തി. 2 ദിവസമായി നടന്ന പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. അഞ്ചരക്കണ്ടി കീഴല്ലൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ പനയത്താംപറമ്പിന്റെ സമീപ പ്രദേശമായ മൊടക്കണ്ടിയാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 2 ദിവസങ്ങളിലായി സ്ഥലത്ത് പരിശോധന നടത്തി. നിരവധി നിയമലംഘനങ്ങളാണ് ഇവിടെ കണ്ടെത്തിയത്. മാലിന്യം ചാക്കിൽ കെട്ടിത്തള്ളിയ 2 ഹോട്ടലുകൾക്ക് 10,000 രൂപ വീതം പിഴ ഈടാക്കി. ഇവിടെ തള്ളിയ മാലിന്യം വീണ്ടെടുത്ത് വേർതിരിച്ച് ഹരിതസേനയ്ക്ക് കൈമാറാനുള്ള നിർദ്ദേശവും സ്ക്വാഡ് നൽകി. കീഴല്ലൂർ പഞ്ചായത്ത് പരിധിയിലുള്ള സ്ഥലത്ത് മാലിന്യം തള്ളിയ കാഞ്ഞിരോടുള്ള ഹോട്ടലിന്റെ ഉടമയായ പി സുഹൈലിനും അഞ്ചരക്കണ്ടി പഞ്ചായത്തിന്റെ പരിധിയിൽ മാലിന്യം തള്ളിയ ചക്കരക്കല്ലിലുള്ള ഹോട്ടലിന്റെ ഉടമയായ സുനൂബിനുമാണ് പിഴ ചുമത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഉപയോഗിച്ച പേപ്പർ കപ്പുകൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ, ടിഷ്യൂ പേപ്പറുകൾ എന്നിവയാണ് വ്യാപകമായി തള്ളിയത്. മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്ത് സ്ഥാപന ഉടമകളെ സ്ക്വാഡ് വിളിച്ചു വരുത്തുകയും ചെയ്തു. 2 സ്ഥാപനങ്ങളിലെയും മാലിന്യ സംസ്കരണത്തിനായി ഒരുക്കിയ സൗകര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ അഞ്ചരക്കണ്ടി കൂടാളി പഞ്ചായത്തുകൾക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി. തെറ്റ് ആവർത്തിച്ചാൽ ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികളും സ്വീകരിക്കും. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ എം ലജി, സ്ക്വാഡ് അംഗം ഷെരീഖുൽ അൻസാർ, എൽന ജോസഫ്, അഞ്ചരക്കണ്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ ജസ്ന, കീഴല്ലൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രജനി, പുരുഷോത്തമൻ എം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.